അവനെത്തിയില്ലേ? ഇല്ല സാർ, ഇതുവരെ എത്തിയില്ല. ആ ജെറി, എടാ നീ എവിടെ എത്തി? എടാ ഞാനിവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കണാണ്. എനിക്ക് കഷ്ടാലത്തിലാണെങ്കിൽ ഈ വഴി കൂടെ തന്നെ വരാൻ തോന്നി. എടാ ഇനി 4 മിനിറ്റേ ഉള്ളൂ ഷോ തുടങ്ങാൻ. ആ പ്രാന്തനാണ് ഇവിടെ കിടന്ന് ബേളം വെക്കുക. അയ്യോ, സാറിന് ഉദ്ദേശിച്ചല്ല. പക്ഷെ ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാ. പ്രോഗ്രാം 1 മിനിറ്റ് വൈകാൻ നിന്ന് തന്നെ നിങ്ങളെ പിരിച്ചുവിടും. സാറ് പറഞ്ഞു കേട്ടായിരുന്നു. അങ്ങേരോടെ തമാശ പറയാതെ അവിടെ അടങ്ങിയിരിക്കാൻ പറയും. സാറിനോട് കോമഡി അടിക്കാതെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ദയവ് ചെയ്ത് പ്രോഗ്രാം തുടങ്ങും പ്ലീസ്. എടാ അതെ, പെട്ടെന്ന് പരിപാടി തുടങ്ങില്ലല്ലേ, സ്പോൺസർ സ്ഥലം ഉണ്ടാക്കുവേ. നീ ഓൺ എയർ സെറ്റ്. ഞാനിവിടെ OB പോവാ മൊബൈലില്. അവിടുന്നോ? ആ നീ വേഗം സെറ്റ്. ഗുഡ് മോർണിംഗ് കൊച്ചി. ഇതിപ്പോ ഹലോ FM ൽ ഹലോ നമസ്തേ ടൈം. സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്ന് സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ബഡി ഇപ്പോൾ വലിയൊരു കുരുക്കിലാണ്. എന്ത് കുരുക്കാണെന്നല്ലേ, പലരും ഈ കുരുക്കിലൊക്കെ തന്നെ ആയിരിക്കും. ഹലോ ലിസണേഴ്സ്, ഞാനിപ്പോ കൊച്ചിയിലെ ഒരു ട്രാഫിക് ബ്ലോക്കിലാണ്. അതെ ചേട്ടാ, സിഗ്നലിലെ ഇപ്പോഴും റെഡ് ലൈറ്റ് ആണ്. പിന്നെ നിങ്ങൾ എന്തിനാ ഹോൺ അടിച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത് എന്റെ കാറ്, എന്റെ അതിന് നിങ്ങൾക്ക് എന്താ? നാട്ടുകാരുടെ റോഡ്, നാട്ടുകാരുടെ ചെവി. മാധവ്, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊന്ന് വിവരിച്ച് പറയാമോ? ഇവിടെ തെറ്റ് ചെയ്യുന്നവനല്ല, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനാണ് കുറ്റക്കാരൻ. നമ്മളൊക്കെ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു ചെറിയ. ഞാനും ചുമ്മാ രാവിലെ കുറെ ഹോൺ അടിച്ചു. കൊച്ചിയിലെ യാത്രക്കാർ അനുഭവിക്കുന്ന ട്രാഫിക് ദുരന്തത്തെ കുറിച്ച് ട്രാഫിക് പോലീസായ സാറിന് എന്താണ് സാർ പറയാനുള്ളത്? ഇവിടെ റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞെടുക്കാം. സിഗ്നലിൽ വീണാലും പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മേയറിനെ കണക്ട് ചെയ്യാം. മാധവ്, ഞാൻ കണക്ട് ചെയ്യട്ടെ? ഓക്കെ. ഹലോ ഹലോ മാഡം, ഞാൻ RJ മാധവ്. നമസ്തേ. ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാഫിക് പോയിന്റിലാണ്. ഇവിടെ മോശം റോഡുകൾ കാരണം ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവും. ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ? അടുത്ത ബഡ്ജറ്റിൽ സകല റോഡുകളുടെയും നവീകരണത്തിനായി ഒരു തുക വകയിരുത്തുന്നുണ്ട്. ഹലോ നമസ്തേ എന്ന നമ്മുടെ പരിപാടിയിലൂടെ ആയിരക്കണക്കിന് ലിസണേഴ്സ് ആണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. മാഡം പ്ലീസ് ഒരു ഡേറ്റ് പറയൂ. അടുത്ത മാസം 20-ന് മുൻപ് അതിനൊരു തീരുമാനമുണ്ടായിരിക്കും, ഉറപ്പ്. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ബിഗ് താങ്ക്സ് ഫ്രം ഹലോ നമസ്തേ ടീം. വെറും 25 ദിവസം മാത്രമാണ് ഇനിയുള്ളത്. നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. കൊച്ചിയിലെ സ്കൂൾ കുട്ടികൾക്ക് അപകടം കൂടാതെ റോഡ് ക്രോസ് ചെയ്യാൻ അവസരം ഉണ്ടാക്കിയ പോലെ, കൊച്ചിയിലെ റോഡുകളിൽ നിന്ന് വേസ്റ്റ് നീക്കം ചെയ്യാൻ മുൻകൈ എടുത്ത പോലെ ഹലോ നമസ്തേക്ക് ഒരു ബന്ധുവൽ കൂടി. ഹലോ ലിസണേഴ്സ്, ദിസ് ഈസ് ഹലോ നമസ്തേ ഇംപാക്ട്. മാധവ്, അടിപൊളിയായിരുന്നു പ്രോഗ്രാം. താങ്ക്സ് ടോണി. ഓക്കെ. ഹായ്. ഹായ്. ആ അതെ അതെ, മാധവിന്റെ ഐഡിയ ആയിരുന്നു അത്. കോൾസിന് ബഹളാടും. എന്ത് പരിപാടിയായിരുന്നു. പുള്ളി ഉണ്ടാവത്ത് പുള്ളിയാത്തത് ഹാപ്പിയാണോ? പിന്നല്ല. സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാർ നമ്മൾ 6 മാസം കൊണ്ട് ബ്രേക്ക് ചെയ്യണം. സാർ അടുത്ത ഫെബ്രുവരിയിൽ സാറിന് പ്രോഫിറ്റ് കിട്ടിയിരിക്കും. ഇപ്പൊ തന്നെ ആമനക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ സെൻസേഷണൽ ആണ് സാർ. അതെ സാർ, ഹലോ FM ഇല്ലാതെ കൊച്ചിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കും. സാർ കണ്ടോ? ആ അയ്യോ, സൂചിപ്പിക്കലല്ല സാർ. സാർ ഇന്നത്തെ ഹലോ നമസ്തേ ലിങ്ക് ഞാൻ അയച്ചു തരാം. എന്റെ പിള്ളേർ ജെറി മാധവും കൊച്ചിയെ ഇളക്കി കളഞ്ഞില്ലേ സാർ. ലോകത്തുള്ള സകല FM ഇന്ന് അവർക്ക് വിളി വരുന്നുണ്ട്, അവർ പോകില്ല. എന്താ കാരണം? ഫ്യൂച്ചർ. ആ അവരുടെ ഫ്യൂച്ചർ ഹലോ FM ആണെന്ന് അവർക്കറിയാം. ഓക്കെ സാർ, ശരി സാർ, ട്രസ്റ്റ് മീ സാർ. ദുബായിൽ നിന്ന് ഇൻവെസ്റ്ററാ, നഷ്ടത്തിലാണെന്നുള്ള പതിവ് തെറി പറയാൻ വേണ്ടി വിളിച്ചതാ. ഞാനും പതിവ് മറുപടി പറഞ്ഞു. പക്ഷെ ഞങ്ങള് പതിവ് പോലെ പറയുമല്ല, ശമ്പളം തന്നില്ലെങ്കിൽ ഞങ്ങൾ പോകും. പിന്നെ പറഞ്ഞില്ലെന്ന് പറയുന്നത്. പിന്നെ ഞാൻ വിട്ടാലല്ലേ നിങ്ങൾ പോകൂ. ഇന്ന് 5-ാം തീയതിയാണ്. സാറ് സാലറി എടുക്ക്. നീ എന്താ വിളിച്ചേ? സാറേന്നോ? ആരാണ് നിങ്ങളുടെ സാറ്? ഏട്ടനാണ് ഏട്ടൻ. ഇനി ഏട്ടാന്ന് വിളിച്ചാലേ നിനക്കൊക്കെ സാലറി ഉള്ളൂ. എന്തോ ഏട്ടാ, ഞാൻ വിളിച്ചില്ല. എനിക്ക് ആ സാലറി കഴിഞ്ഞ മാസത്തെ 1200 കൂടി തരാണ്ടിട്ടാ. ഒന്ന് പോയേ. മക്കളെ, ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് സ്വന്തം സഹോദരങ്ങളെ പോലെ. അച്ഛനറിയൂ കാര്യം? അബൂ വാങ്ങിച്ചു പാർട്ട് പേയ്മെന്റ് ഈ മാസം. പാർട്ട് പേയ്മെന്റ്. എന്ത് കഷ്ടം എന്റെ സാറ്. എടാ, ഈ 10-ാം തീയതി 10,000, അടുത്ത 20-ാം തീയതി 5,000, ബാക്കി 25-ാം തീയതി എല്ലാ മാസം പോലെ. ഇതൊക്കെ കറക്റ്റാ. പക്ഷെ പ്രസന്റ് എന്നെ മുമ്പ് എന്നോടൊന്നും പറയണം കേട്ടാ. എന്നിട്ട് അറിയപ്പെടേണ്ടത്. അബു, ഞാൻ ഈ സ്ഥാപനത്തിന്റെ MD-യാ, അല്ലാതെ തിരിച്ചല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാറാണ് ഇപ്പൊ ഓർമ്മിപ്പിക്കണ ഓരോന്നും. നീ ഒന്ന് പോയാ ബു. ചായ വേണോ? ഒരു ചായ എടുത്തുണ്ടോ? എന്നിട്ടാ പഞ്ചസാര പിടിക്കാൻ പൈസ. ചായ വേണ്ട. ചെക്ക് താഴെ വീണു കണ്ട. ഒരു ശ്രദ്ധയില്ല. ഇത് പിടി.
പിടിക്കടാ. മേടിച്ചോ, വർക്കാവില്ലെന്നുള്ളൂ. ബൗൺസ് ആവും. ഓക്കെ, എനിക്കില്ലേ വേറെ നിനക്ക് മിണ്ടാണ്ട് ഇരി. ഹലോ, ആ, പ്രിയ എന്ന് പറഞ്ഞ ബേക്കറാണോ? ഹോം മെയ്ഡ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്? അതേലോ. എനിക്കൊരു കേക്ക് ഓർഡർ ചെയ്യണമല്ലോ, എന്താ ചെയ്യണ്ടേ? പറഞ്ഞോളൂ സർ. ഭയങ്കര വില കൂടുതലാണോ? വിലയൊക്കെ എങ്ങനെയാ? ആദ്യം ഏതാ വേണ്ടേന്ന് പറയൂ, എന്നിട്ടല്ലേ വിലയൊക്കെ. റെഡ് വെൽവെറ്റ് ഉണ്ട്, ചോക്ലേറ്റ്, വൈറ്റ് ഹെവൻ. അതെ, ഈ കേക്ക് അല്ലാണ്ട് ഉണ്ടംപുരി ഉണ്ടാവോ? ഉണ്ടംപുരി? അയ്യേ, ഒരളിഞ്ഞ കോമഡി. ഓക്കെ, ഞാനേ ഇന്ന് വരുമ്പോ കുറച്ച് ലേറ്റ് ആവും. ഞാൻ പറഞ്ഞില്ലേ മൂവാറ്റുപുഴക്ക് പോണം, നമ്മുടെ ജെറിയുടെ എക്സിന്റെ കല്യാണം. ആ, ഓക്കെ 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 ഓക്കെ. ജെറിയും വരണ്ട്. അയ്യേ, ജെറിയും വരുന്നുണ്ടോ? കൊടുക്ക എന്നാ വാങ്ങിച്ചോ. ഹലോ പ്രിയ. ഒരു ചമ്മലുമില്ലല്ലോ ഈ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കല്യാണത്തിനൊക്കെ പോവാൻ. അയ്യേ, ചമ്മലോ? എന്തിനു ചമ്മന്നത്? ഞങ്ങൾ ആ റിലേഷൻഷിപ്പ് വളരെ നല്ല നോട്ടിൽ എൻഡ് ചെയ്ത്. മാത്രമല്ല ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സാ. അതുകൊണ്ടല്ലേ കല്യാണത്തിന് വിളിച്ചേ. അതുമല്ല, അന്നയും ഞാനും മാധവക്കും ഒരേപോലെ ഫ്രണ്ട്സാ. ഫ്രണ്ട്സോ? എനിക്ക് ആ പെണ്ണാട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ വെറുതെ ബിരിയാണി അടിക്കാൻ വേണ്ടി ഇവന്റെ കൂടെ പോണു, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഈ നിക്കുന്ന വേഷത്തിൽ തന്നെ പോവാണോ? അത് കുഴപ്പമില്ല, ഞാൻ ചെറിയുടെ വീട്ടിൽ കയറിയിട്ടാ പോകുന്നത്, അത് മാനേജ് ചെയ്തോളാം. അപ്പൊ രാത്രി ഭക്ഷണം വേണ്ട? വേണ്ട, ഇന്ന് ഞങ്ങൾ കുറച്ച് നല്ല ഭക്ഷണം കഴിക്കാം. ആണോ? നല്ല ഫുഡല്ലേ, ഇങ്ങ വന്നേരാട്ടാ. ഓക്കെ, ഞാൻ വിളിക്കാം. ബൈ. എടാ, ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണ്ടേ? ഗിഫ്റ്റ് വാങ്ങണ്ടേ? വാ. ചായ കുടി മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ലല്ലോ. വേറെ എന്തെങ്കിലും വേണോ? പച്ചവെള്ളം കിട്ടി കുടിക്കാൻ? ആർക്ക്? തന്നെത്താൻ അങ്ങോട്ട് കുടിച്ചാ മതി. ഒരു മിനിറ്റ് വെയിറ്റ്. നല്ല വല്ലോ ദേ വിളിക്കണം. ആ, എന്തേ? ഒരു ഗിഫ്റ്റ് വേണം. ഗിഫ്റ്റാ? നീ പെട്ടെന്ന് തൊട്ടൊരു ഗിഫ്റ്റ് വാങ്ങിട്ട് വാ. ആ, വൈകിട്ട് ഒരു കല്യാണത്തിന് പോണം. ആരുടെ കല്യാണം? അതൊക്കെ പിന്നെ പറയാം, നീ ആദ്യം പൈസ പറഞ്ഞു. കൊടുക്ക്. കൂടിയതാണോ? നല്ല സ്റ്റാൻഡേർഡ് അല്ല, നമ്മുടെയൊക്കെ സ്റ്റാൻഡേർഡിനെ പറ്റിയ ഒരു ഗിഫ്റ്റ് വേണം. ആ, എവിടെയാണ് കല്യാണം? എവിടെ? കുറച്ച് ദൂരെയാണ്. ഓ, ഞാൻ ഫ്രീ ആണ്. പോനെ. ഏതൊണ്ടാ നിന്നോട് വാങ്ങിക്കാൻ പറഞ്ഞു? അല്ല, കല്യാണത്തിന് ഞാൻ ഫ്രീ ആണ്. ബിരിയാണി ഒക്കെ ഉണ്ടാവില്ല. അത് ശരിയാക്കാം. തൽക്കാലം താൻ പോയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിട്ട് വാ കേട്ടോ. പോകുമ്പോ ഒരുമിച്ച് പോവാം. ശരി. ഓക്കെ. ആ, എന്താണ് ഇത്രയും വലിയ വീട്ടിലെ പെണ്ണെ സ്നേഹിച്ചിട്ടാണ് നീ വിട്ടളഞ്ഞ് മരമണ്ടൻ? അതിന് ഞാൻ ഈ വീട് ഇപ്പോഴല്ലേ കാണുന്നേ. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് അയച്ചു തരാൻ പറഞ്ഞാൽ പോരാ? അവളെ തിരികെ പറഞ്ഞാ എന്ത് ചെയ്യും? ഓ, ശരിയാണല്ലോ. ഡയലോഗ് അടിക്കല്ലേ. എന്നാ വരിക? ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പൊട്ടിച്ചു തുടങ്ങിട്ടോ. നോക്ക്, മധുരവെപ്പിന് സമയായി, നീ ഇങ്ങ് വന്നേ. മധുരമൊക്കെ ഇവിടെ കെട്ടിയോ നാളെ കൊടുത്തോളൂ. ഇച്ചാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വാ, മെസ്സേജ് ഇല്ല, ഞാനങ്ങ് വന്നേക്കാം. ഓക്കെ. പൊട്ടിക്ക്. ഹലോ, നമസ്തേ. പോപ്പുലർ റേഡിയോ ജോക്കീസ് ജെറി ആൻഡ് മാധവ്, മൈ ഫ്രണ്ട്സ്. ഇതാബു, ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ്. ഹലോ. പ്യൂൺ. എന്നാ? ഓഫീസിലെ പ്യൂണാണ്. പക്ഷെ ശമ്പളം കൂടി എനിക്ക് ഇവരെക്കാളും അല്ലേ? ഫോട്ടോ താങ്ക് യു. ഇപ്പൊ തന്നെ പൊട്ടിക്കാലോ. പൊട്ടിക്കാൻ പോലെ ഗിഫ്റ്റ് ഒക്കെ അങ്ങനെ പൊട്ടിക്കാൻ പറഞ്ഞു. അടുത്ത ഫ്രണ്ട്സ് വരുന്ന ഗിഫ്റ്റ് അപ്പൊ തന്നെ പൊട്ടിച്ചു. പിന്നല്ലാതെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫാൻ ഓഫ് ഫേമ്പർ അല്ലെങ്കിൽ ഗിഫ്റ്റ് പറഞ്ഞു പോകും. ഞാൻ പുറത്ത് കേട്ടെ. നല്ലോണം വിട്. അയ്യോ, പണി കിട്ടിയോ? ഇതാ ജെറി മാധവന്മാരുടെ സമ്മാനം. സാധാരണ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പോയിട്ടില്ല പൊട്ടിക്കാറുള്ളൂ. നല്ലല്ലേ? കൊള്ളാം. മോളെ, മധുരമപ്പിന് സമയമായി, നീ അങ്ങോട്ട് ചെന്ന്. ഇച്ചായ, എന്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഗിഫ്റ്റ് കണ്ടോ? ഇവളുടെ ഒരു കാര്യം, എടി മുട്ടുസൂചിയാണെങ്കിലും സമ്മാനം തന്നെ. ഇവര് ഹലോ എഫ്എമ്മിലെ ആർജേസാ. ജെറി, ഹലോ. മാധവ്. ഹലോ അബു. ഹലോ. ഇതെന്റെ ഇച്ചായ, ടോമിച്ചായ, യുഎസിലാ. ഞങ്ങള് ഏറ്റവും അടുത്ത ആളുകൾ കൂടി ഇപ്പോ ഗിഫ്റ്റ്സിലധികം സ്പെൻഡ് ചെയ്യുന്നില്ല.
ഹലോ എഫ് ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഒരു ആമിനക്കുട്ടി, അതിന്റെ ഹാർട്ട് സർജറിക്ക് വേണ്ടി ഞങ്ങൾ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആണോ? വളരെ നല്ല കാര്യം. എന്നാൽ ഞങ്ങളും തരുന്ന ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ. കൈയോടെ ചെക്ക് കൊടുത്തേ. ഇവിടെയും ചെക്ക്. പപ്പു വന്നു. ഓ, അവര് വന്നു കേട്ടോ. അല്ല, ആരെയാ അപ്പു? അപ്പു അല്ല, പപ്പു, എന്റെ കല്യാണച്ചക്കന്. നല്ല കലക്കം പേരാട്ടോ. ഇനീഷ്യൽ ഉണ്ടോ? നമസ്കാരം. വന്നാട്ടെ. ഏതായാലും സംഗതി ഓക്കെ. എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു. എന്നതാ? ഈ നെക്ലസ് ഇട്ട് വേണം എന്റെ വുഡ്ബി നാളെ പള്ളിയിലെത്താൻ. ഞാൻ ജ്വല്ലറിയിൽ വിളിച്ചു പറഞ്ഞു, എത്ര പണിക്കാരെ വേണമെങ്കിലും എടുത്തിക്കോ, നാളെ വൈകുന്നേരത്തേക്കുള്ളിൽ സംഗതി കിട്ടണം. കസ്റ്റം മേഡല്ലോ. വന്നാട്ടെ, എല്ലാരും വെയിറ്റ് ചെയ്യാം. പ്ലീസ് കം. എന്നാ ഓക്കെ, ദിസ് ഈസ് ഫോർ യു. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്കിൽ പറ, എത്ര വില വരും? അങ്ങനെ ചോദിച്ചാ അറിയത്തില്ല. എന്നാലും ഒരു ഗസ്. ഇല്ല, എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഊഹിക്കാവോ? തനിക്ക് പറ്റുമോ? എനിക്ക് വാങ്ങിച്ചില്ല, വെച്ചേ ശീലു. പണയം വെച്ചേ 10,200 കിട്ടും. 2 ലക്ഷം. ഒരു 3 വരും. വെച്ചേക്കുന്നു. ഇതിനെ 4,32,15,000 ഞാൻ ബാർഗൈൻ ചെയ്തു. അവസാനം എന്നതാ 25 ഡിസ്കൗണ്ട് ചെയ്തു. ഞാൻ നമ്മുടെ കുരിയച്ചനെ കൊണ്ട്, നമ്മുടെ കുരിയച്ചനെ MLA വിളിച്ചു പറയിച്ചു. പിന്നെ എന്നാന്ന് വെച്ചാ എപ്പ കൊണ്ട് വിറ്റാലും കൊടുക്കുന്ന ദിവസത്തെ മാർക്കറ്റ് വില കിട്ടും. എന്റെ ചായ, നമ്മൾ ഈ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഈ സാധനം മാർക്കറ്റിൽ കൊടുത്താൽ എത്ര കിട്ടും? ഒന്നും കേട്ടില്ല. എന്നതാ? ഇവരെന്റെ ഫ്രണ്ട്സാ, ജെറി മാധവ്. അബു, ജെറി മാധവ്. ഇത് ഞാൻ പപ്പു ജോസഫ് താടിക്കാരൻ. എന്നിട്ട് താടിയൊന്നും കാണാറില്ലല്ലോ. കൊണ്ടുവന്നില്ല. അത് നന്നായി. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ FM RJs. ശമ്പളമൊക്കെ എങ്ങനെ? മാസത്തിലൊരു 4 വെച്ച് കിട്ടും അല്ലേ? ആക്ച്വലി ഞങ്ങൾ ഹലോ എഫ്എമ്മിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ആമനക്കുട്ടിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. ഞാനും കേട്ടിരുന്നു FM എപ്പോഴും. നിങ്ങളായിരുന്നല്ലേ? അതെ. അപ്പൊ ഇച്ചാൻ ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് തന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ എന്തെങ്കിലും നല്ല ഡൊണേഷൻ തരണം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ FM ആഘോഷിക്കും. അതെ, അതിപ്പം എത്ര ഹൈ കൊണ്ടാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. ഈ പറയുന്ന ആമനക്കുട്ടിക്ക് എത്ര വയസ്സായി? 4 വയസ്സ്. അയ്യോ, എങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാ. അല്ല, നിങ്ങൾ എത്ര പിരിച്ചെടുക്കുന്നത്? 15 lakhs. അയ്യോ, എങ്കിൽ 15 പോക്കാ. ഉറപ്പില്ലല്ലോ. എന്റെ ബൂ, ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇത് സിറ്റി മോളിൽ നിന്നാ. ഇതിന്റെ വില എത്രയെന്നറിയോ? 12,000 rupees. ഈ സിറ്റി മോളിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു വലിയ ബിസിനസ് ഡീൽ ഉണ്ടേ. മനസ്സമ്മതത്തിലിട്ട് റിങ്ങ. വില എത്രയെന്നറിയോ? പറ. അതെ, പുറത്തെന്റെ ഫ്രണ്ട്സ് താടിക്കാരനെ അല്ല പയ്യനെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ല, നമുക്ക് പിന്നെ സംസാരിക്കാം. പോയിട്ട് വരൂ പ്ലീസ്. ഏതാടി പതൂരി? താടി വരുന്നതിന് മുമ്പ് പോവാ. നോക്കിയേ, സ്കോച്ചിന്റെ വില പറയണണ്ട. ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവന്റെ വിചാരം നമ്മളാരും പൈസ കണ്ടിട്ടില്ലെന്നാണ്. ഇവനൊക്കെ ഉണ്ടല്ലോ, അട്ടിച്ചവന്റെ അണപ്പല്ല് പുറത്തെടുക്കണം. ലോകത്തുള്ള ഒരു പെണ്ണിനും ഇവനെ പോലത്തെ ഒരു കൊരങ്ങനെ കെട്ടേണ്ട ഗതികേടുണ്ടാവരുത്. എത്ര പൈസ ഉള്ളവനാണെങ്കിലും എന്റെ പെങ്ങളെ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇവനാണെങ്കിൽ ഞാൻ കൊടുക്കൂല. കൊടുക്കരുത്. കുറച്ചേരം കൂടി അവൻ അവിടെ നിൽക്കണമെങ്കിൽ ഇട്ടിരിക്കുന്ന ഷഡ്ഡിയുടെ വില എത്ര അവൻ ചോദിച്ചാൽ കേക്കട്ടെ. എന്താ കണ്ണു കാണാൻ പാടില്ലേ? കാത് കേൾക്കാൻ പറ്റണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ ആമിനെക്കുട്ടിനെ കുറിച്ച് പറഞ്ഞ കേട്ടോ. അതൊക്കെ ശരിയാ, പക്ഷെ നമ്മൾ അവനെ മനുഷ്യന്റെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ? നോക്കിയ നീ നോക്ക്. നീ ഒന്ന് വരും. നിനക്കിത് എന്താ പറ്റിയേ? എനിക്കെന്ത് പറ്റാൻ? എടിയ താടിക്കാരൻ കിഴങ്ങന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടാണ് നീ കല്യാണം സമ്മതിച്ചത്. അതോ നിന്നെ ആരെങ്കിലും പെടുത്തിയതാണ് അയാളുടെ സ്വത്തും പണോ കണ്ടിട്ട്? ജെറി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്താ പറയുന്നത് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്, അയാൾ നിനക്കൊരു അബ്സല്യൂട്ട് മിസ്മാച്ച് ആണ്. ഇറ്റ്സ് നോട്ട് യുവർ ബിസിനസ് ജെറി. ഇറ്റ്സ് നോട്ട് മൈ ബിസിനസ്, ഐ നോ ദാറ്റ്. പക്ഷെ എന്നാ നമ്മൾ കുറെ കാലം അറ്റ്ലീസ്റ്റ് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? എനിക്ക് നിന്റെ ക്യാരക്ടർ എന്താണെന്ന്, നീ എന്താണെന്ന്, നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നീ ഒരു മോശം ലൈഫിലേക്കല്ല ഒരു വൻ ദുരന്തത്തിലേക്ക് പോകുമ്പോൾ. പിന്നെ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്താ അറിയും, നിന്റെ ഇച്ഛായനം പെട്ടിരിക്കുക. ഇത് നിന്റെ ലൈഫാണ്.
നിനക്കിഷ്ടമുള്ള നിന്നെ മനസ്സിലാക്കുന്ന ഒരാളോടല്ലേ നീ ജീവിക്കണ്ടേ? പിന്നെന്തിനാ അന്ന് പിരിഞ്ഞ്? അത് ഒന്നിക്കാൻ, ഇവിടെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒന്നിക്കാൻ, ആ പെരട്ട താടിക്കാരനെയും നിന്നെ രക്ഷിക്കാൻ. അല്ല, ഇതിന്റെ കോൺസിക്വൻസസ് ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. നീ എന്നോട് വരുമോന്നല്ല, നീ പറഞ്ഞു.